ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഐ എം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. ആൻഡ് കുറേ കാലം വിചാരിക്കണം വ്ളോഗ് എടുക്കണം എന്ന്. പക്ഷേ പല പല സാഹചര്യങ്ങളാൽ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. ആൻഡ് മടി അതും കൂട്ടി പറയണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് സോ സ്പെഷ്യൽ ബിക്കോസ് ഐ എം ഗോയിങ് ടു മീറ്റ് എൻ്റെ എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. സോ കൂടുതൽ ഞാൻ വലിച്ചു നിന്നിട്ടുള്ള അതെല്ലാം നമുക്ക് പോയി കാണാം. ആരാന്നും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തിനാ നമ്മളവിടെ വന്നിട്ട്? ഓക്കെ, അതിന് നമ്മള് മോശന്റെ കുട്ടിക്ക് ഡ്രസ് എടുക്കാൻ വന്നിരിക്കാണ്. അഞ്ചാ നിക്കണ അവിടെ നോക്ക്, ഇയാളെ കടത്താണ്. ഇത് ഭയങ്കര ഹാപ്പിയാണ്. എന്തോ പക്ഷേ പറയാള് ഇതാണ് മുബഷിറ. പിന്നെ എവിടെ പിന്നെ കുറ്റമലയുടെ കൈസ് നടുവിലിരിക്കുന്ന ആതിര. അർച്ചന പരിചയപ്പെടുത്ത അർച്ചനയും അഞ്ജനയും പിന്നെ ട്വിൻസ് ആണ്, കണ്ടറിയാലോ അല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങള് ഗൈസ്. ഇവർക്ക് എന്നെക്കാട്ടിലെന്നാണ്, എനിക്ക് അതിലേറെന്നാണ്. എന്തായാലും പിന്നെ മുബഷിറിനെ കുറിച്ച് രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. കാരണം മുബഷിർ വരും. കാരണം എന്റെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് കാരണം അല്ലെങ്കിൽ വലിയ ഗിഫ്റ്റ് തന്ന ഒരാള് ഇവൾ. അപ്പൊ പറഞ്ഞു തന്നെന്താ, എന്റെ ലൈഫിൽ വലിയൊരു ഗിഫ്റ്റ് തന്ന ഒരു വ്യക്തിയാണ്. എന്താന്നറിയാൻ കുറച്ച് വർഷങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ടറിയാം എന്താണ് അത് എന്നൊക്കെ. ഇത് വഴി ഞങ്ങൾ എല്ലാവരും പഠിച്ചത് സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, വൈറലായ ഒരു സ്കൂളാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ടീച്ചറായിരുന്നു സ്റ്റെല്ല ടീച്ചർ. അതെ, മുബഷിറയ്ക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാരണം എന്തായാലും അതൊക്കെ വേറൊരു തരത്തില് നമ്മളിവിടെ പറയണ്ട അല്ലേ. കഴിഞ്ഞു. എന്തായാലും കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ മീറ്റ്. അപ്പൊ എത്ര കാലായി എന്നറിയോ അല്ലേ? അറിയാം, നിങ്ങൾ പറയാം എത്ര കാലായിട്ടുള്ള ഒരു പ്ലാനിങ്ങില്. ആദ്യം 6 വർഷം. പിന്നെ ഞാൻ 5 വർഷം ഇടയ്ക്ക് എപ്പോഴെല്ലാം കയറി കാണും. മുബഷിറിനെ കല്യാണത്തിന് കണ്ടതല്ലേ, അവളുടെ കല്യാണത്തിന്. ഇപ്പൊ കുട്ടിയെ പിന്നെ ഇനിയിപ്പോ അടുത്ത മീറ്റ് ഇവിടെ ആരുടെയെങ്കിലും കല്യാണം അല്ലെങ്കിൽ കുട്ടി. ഇപ്പൊ പ്രായമായിട്ട് മനസ്സിലാവണല്ലേ. അങ്ങനെ ഇനി ഞങ്ങൾ മത്സരം വർത്താനം പറഞ്ഞിരിക്കട്ടെ. ബൈ.
ബാക്കി ഇഷ്ടം നമുക്ക് വഴിയെ ഇനി എന്താ അറിയില്ല പോവാണ് അല്ലേ. ഞങ്ങള് 3 പേരും മാത്രം 4 പേരും മാത്രം. ഓക്കെ ബൈ 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 മുബഷീറ. അതിനെ വിളിക്കുക, അതിനോട് പോയിട്ട് എടാക്കോടാൻ വട്ടീനോട്. ബൈ. ഞാന് നമ്മള് പിന്നെ കാണാം. ഓക്കെ ശരി. കുപ്പായിട്ടിട്ട് ഫോട്ടോ അയക്കിട്ടോ കൊള്ളോന്ന്. ഗായ്സ്, ഞങ്ങള് കാഞ്ഞിരപ്പുഴ ഡാം വന്നിരിക്കണേ അല്ലേ. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇതെന്താണ്, ഞാവൽപ്പഴമാണോ? എടി ഞാവലാ തോന്നുന്നത്, അറിയില്ല കേട്ടോ ഗായ്സ്. ഞങ്ങൾക്ക് ഇത് എന്ത് പഴയെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ കൊറേ ഉണ്ട്. നിങ്ങൾക്കറിയുമോ? അതെ, പ്ലീസ് ഡു കമന്റ്. അവള് വീഡിയോ എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്ത് എവിടെ കാണിക്കാണിക്കാണിക്ക ഗൈസ്, 5 വീഡിയോ എടുത്ത കോലാണ് ഗൈസ്. നല്ല ദൂരം പോയി കണ്ടു. ഞങ്ങള് കാഞ്ഞിരപ്പുഴ വന്നിട്ട് അടിപൊളി ഒരു വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഷട്ടർ തുറന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ നല്ല നല്ല രസമുണ്ട് കാണാല്ലേ. എന്റെ മുഖത്തൊന്നും കാണാനില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. വാവ്, ഇത്രത്തോളം ക്യാമറയിൽ രസമുണ്ട് അറിയില്ല, പക്ഷെ നേരിട്ടാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇത്ര അടുത്തുനിന്ന് Archana, how's the view, Archana? Do you like it? Do you love it? Yes. Yes. Guys, ഞങ്ങൾ ഇതെല്ലാ സ്റ്റെപ്പും കേറി മേലെ എത്തണം. ഓ മൈ ഗോഡ്, കേറണം അല്ലെങ്കിൽ മേലെ എത്തൂല. ഇവിടെ എന്തൊരു പേടിയാണിത്. കേറണത് നാലോക്കേ. വയസ്സായി. ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. എനിക്ക് ഹൈറ്റ് എടുക്കാതെ പേടിയാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാരണം ഇവിടുത്തെ ഞാൻ എങ്ങനെ തിരിഞ്ഞ് സംഭവം സ്റ്റെപ്പ് ആണെങ്കിൽ പോലും എനിക്കെന്താ തിരിച്ചു നോക്കുമ്പോൾ ടെൻഷനാണോ. സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് കാഞ്ഞിരപ്പുഴ ഡാം. ഓക്കെ, ഇങ്ങനത്തെ കണ്ട ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അഞ്ജന അവരെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അഞ്ജന. അതിനെ കുത്തി കൊല്ലാണ് ഗൈസ്. അതാ സെപ്പറേറ്റ് ചെയ്തു. ഡെഡ് ബോഡിയാണോ ഇത്? നോക്കി അനക്കാരെ പരിചയം ഉണ്ടോന്ന്. പാവടി, അത് അതിനെ രക്ഷപ്പെടുത്താൻ കൊണ്ട്. അതിന് മക്കളാണെങ്കിലോ ഹായ് ഹായ് ഹായ്. എന്താ പേര്? എന്തുകൊണ്ട് എന്റെ പേര്?
നാണം വന്നു. ബൈ. ആതിര സൂസൈഡ് ചെയ്യാൻ പോണ് ഗൈസ്. ആതിരക്ക് മടുത്തി ജീവിതം. അയ്യോ ആതിര പോവല്ലേ. അയ്യോ എന്റെ അമ്മ എന്നെ ചീത്ത അറിയാം. എന്റെ കുട്ടീനെ എന്തിനെ കണ്ടതൊക്കെ. സേഫാണ് ആതിര, സേഫ് അല്ലേ? രസാ, മനസ്സിന് ഭയങ്കര സന്തോഷട്ടാ കാണുമ്പോ അല്ലേ, സമാധാനം തോന്നും. ഇത് പിടിച്ച് ഞാൻ നോക്കണില്ല. വ്യൂ കുഞ്ഞിനെ ഉണർത്തുക, മനസ്സിലെ കുഞ്ഞിനെ ഉണർത്തുകയാണ് ഇവള് കുറെ നേരം കുഞ്ഞുകുട്ടി നല്ല സമാധാന പ്രായമൊന്നുമില്ല. ഗായ്സ് അങ്ങനെ ഞങ്ങള് തിരിക്കുകയാണ് അല്ലേ. എല്ലാം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറയാണ്. ഇവിടുന്ന് നേരെ മണർക്കാട് സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിൽ പോയിട്ട് ഇവര് ഒറ്റപ്പാലം വണ്ടി അല്ലേ. അഞ്ചര അർച്ചനെ ആതിര അരിമ്പാവ്, ഞാൻ കിണുർക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഗെറ്റ് ടുഗദർ ഇവിടെ അവസാനിക്കുകയാണ്. അഞ്ജന വരൂ, യാത്ര പറയൂ. അപ്പോൾ ഇന്നത്തെ ഇനി 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 എപ്പോന്നും പറയാൻ പറ്റില്ല അല്ലേ, പ്രത്യേകിച്ച് ആതിര അല്ലേ. ആതിര നന്നായി കാണണം ഇപ്പൊ. അതെ, എന്തായാലും അങ്ങനെയൊക്കെയാണ്. ബൈ ബൈ. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ പറയുക, എത്ര കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം. എപ്പോഴും ആരെങ്കിലും ഒരാളുണ്ടാവും, പക്ഷെ മറ്റാളുണ്ടാവില്ല. അതിനെ കണ്ടിട്ടാണ് ഇപ്പോൾ കുറേ കാലമായി പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ച 10th അതായത് +1 +2 ഞാനും അതിരി മാറി. അപ്പോൾ അവൾ ബയോ ആയിരുന്നു, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു കാലത്ത് ഒരുമിച്ചായിരുന്നു. പിന്നെ +2 കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവളെ കാണുന്നത്. അപ്പോൾ എത്ര ഡിഗ്രി 3 വർഷം, PG ഒരു 4 years, ബാക്കിയുള്ളവർക്ക് നമ്മളിങ്ങനെ കാണുമായിരുന്നു. മോശവന് കല്യാണ സമയത്ത് ഒരു 1 year ആവണം. 1 year അല്ല അല്ലേ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോൾ 2 years ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും തിരിച്ചു കണ്ടപ്പോഴേ ശരിക്കും നമ്മുടെ പഴയ 10th എനിക്ക് എവിടെ പോയാലും ഞാൻ ഒരിക്കലും എന്താ പറയുക മറക്കാത്ത എൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും 10th. കാരണം എനിക്ക് അത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടൈമാണ്. സംഭവം ശരിയാണ്, കുറേ ഇതുപോലെ സ്കൂളിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഫ്രണ്ട്സ്, കാരണം എനിക്ക് കിട്ടിയ കുറച്ച് ബെസ്റ്റ് ആൾക്കാരിൽ കയ്യിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലുള്ള ഒരു മെയിനായിട്ടുള്ള കുറച്ച് പേരായിരുന്നു നമ്മൾ കണ്ടേ. അപ്പോൾ എന്തായാലും ഇത് കുറേ വട്ടമായി പറയണ്ടേ, ശരിക്കും ഹാപ്പിയാണ്. കാരണം പെട്ടെന്നായിരുന്നു കേട്ടോ, അതാണ് വേറൊരു കാര്യം. ഈ ഒരു പ്ലാൻ വളരെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് തന്നെ നടക്കുകയും ചെയ്തു. മറ്റേ നമ്മൾ കുറേ പ്ലാൻ ചെയ്തതൊന്നും നടക്കാൻ. എന്നാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. എല്ലാവരും ഹാപ്പിയായി. ഷെറിൻ്റെ കുട്ടീനെയൊക്കെ കണ്ട് ഞങ്ങളൊപ്പം കളിച്ചു നടന്ന ആളൊക്കെ കുട്ടിയായി ഒക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ അറിയില്ല, എങ്ങനെയാ ഫീൽ പറയാ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര വിഷമിക്കൊക്കെ ചെയ്ത് കരഞ്ഞു വരും കേട്ടോ. കുട്ടിയെ പറയുമ്പോൾ എന്താ പറയുക, സന്തോഷം കണ്ടിട്ടാ. പിന്നെ മറ്റേ ഹോസ്പിറ്റലത്തെ പിള്ളേരൊക്കെ വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഏജ് ആയല്ലോ, അവളൊരു അമ്മയൊക്കെ ആയല്ലോ, അങ്ങനെ എനിക്ക് അവളെ അങ്ങനെ ചിന്തിക്കാനേ. പക്ഷെ അവൾക്കൊരു മാറ്റമില്ല കേട്ടോ, ആ ഒരു കാര്യങ്ങളേ ഇല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ ഒരു റിയലൈസേഷൻ, നമുക്ക് എന്തായാലും ചേഞ്ചസ് ഞാൻ പണ്ട് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് എനിക്ക് വളരെ പാടായിട്ടുള്ളൊരു കാര്യം. അപ്പം എന്തായാലും അതൊക്കെ ഇന്ന് എല്ലാവരും കണ്ടപ്പോൾ തിരിച്ച് ആ പണ്ടത്തെ ഒരു ഫീൽ തിരിച്ച് കിട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. കാരണം ഞാൻ ചിലപ്പോൾ ലേസി ആയിട്ട് ഇടാൻ പറക്കും. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് കോളേജിൻ്റെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അഡ്മിഷൻ്റെ കാര്യം റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമോ ഞാൻ നോക്കാം.
ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു DM me ഇൻ മൈ ഇൻസ്റ്റ. ഞാൻ എൻ്റെ യൂസർ നെയിം താഴെ കൊടുക്കാം. അപ്പോൾ ആ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ DM me ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ്. എനിവേസ്, അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് ഐ വിൽ ബി ബാക്ക് സൂൺ. So until then, take care and bye bye.